ചില ബന്ധങ്ങൾ വൈരത്തിൽ തുടങ്ങുന്നു. ഇതൊരു പ്രണയമല്ല, ഇതൊരു യുദ്ധമാണ്. ഇത് വെറുമൊരു കഥയല്ല. ഇതാണ് ഇരുട്ടിൻ്റെ പ്രണയം. വെൽക്കം ടു യൂട്യൂബ് ചാനൽ എപ്പിസോഡ് 1. ഇതുവരെയുള്ള BL കഥകളിൽ ഒന്നായ വെറും ഒരു മെലോഡ്രാമ മാത്രമല്ല, ഇരുവരുടെയും പ്രണയത്തിന് അത്ര തന്നെ വ്യത്യസ്തമായൊരു ബന്ധമുണ്ട്. കഥാപാത്രങ്ങൾ: അഥർവ് മിശ്ര, ഒരു ഭീകരമായ അണ്ടർവേൾഡ് സാമ്രാജ്യം നിയന്ത്രിക്കുന്ന ഗ്യാങ്സ്റ്റർ ബോസ്. പുറത്തു കാണുന്നത് ഒരു വലിയ ബിസിനസ് ടൈക്കൂൺ. തണുത്ത മനസ്സും കൃത്യമായ തീരുമാനങ്ങളും. അവനെ എതിർക്കാൻ ധൈര്യമുള്ളവർ വളരെ കുറവ്. അവൻ്റെ ലോകത്ത് വിശ്വാസം വിലകൂടിയതാണ്. വഞ്ചനയ്ക്ക് ക്ഷമയില്ല. അലക്സ്, അഥർവിൻ്റെ വലതുകൈ വിശ്വാസവും നിസ്സഹമായ അനുസരണയും ചേർന്ന ഒരാൾ. ശബ്ദമുയർത്താതെ കാര്യങ്ങൾ തീർക്കുന്നവൻ. അഥർവിനായി ജീവിക്കാനും മരിക്കുവാനും തയ്യാറായ ഒരേ ഒരു ആളാണ്. അവൻ്റെ മൗനം തന്നെ പലർക്കും ഭീഷണിയാണ്. ദേവരാജ്, അഥർവിൻ്റെ ബിസിനസ് പാർട്ട്ണർ. പക്ഷെ അതിലും കൂടുതൽ പഴയ ബന്ധങ്ങളുടെ ഭാരം വഹിക്കുന്ന ഒരാൾ. ബുദ്ധിയും രാഷ്ട്രീയ ചതുരതയും ചേർന്ന ഒരു വ്യക്തിത്വം. പുറമേ ശാന്തൻ പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ എല്ലാം കണക്കുകൂട്ടിയാണ് നീങ്ങുന്നത്. വിഹാൻ, ദേവരാജിൻ്റെ മകനായി വളർന്നവൻ. എന്നാൽ രക്തബന്ധമില്ല. ഈ ലോകത്തേക്ക് പൂർണ്ണമായി ചേർന്നിട്ടില്ലാത്ത, പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടാനും കഴിയാത്ത ഒരാൾ. അവൻ്റെ കണ്ണുകളിൽ ഒരു ശാന്തമായ വിരോധവും മറച്ചുവെച്ച വേദനയുമുണ്ട്. അന്ധകാരമാർന്ന ഗൗഡൌണിൻ്റെ അകത്ത് ഇരുമ്പ് വാതിലുകൾ, ചുറ്റും കാവൽക്കാരുടെ നിഴലുകൾ. കയ്യിൽ ഒന്നുമില്ലാതെ, പ്രതിരോധമൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരാൾ. വിഹാൻ. അവൻ്റെ മുന്നിൽ മന്ദഗതിയിൽ നടന്നെത്തുന്നു അഥർവ് മിശ്ര. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വിഹാനെ മുഴുവനായി സ്കാൻ ചെയ്യുന്നു. അതിനുശേഷം അറിയാത്തൊരു കോപം. അഥർവ് തണുത്ത സ്വരത്തിൽ വിഹാനോട് പറയുന്നു, ദേവരാജ് വരുമെന്ന് കരുതി, പക്ഷേ അയാൾക്ക് പകരം ഒരു കുട്ടിയെയാണോ അയച്ചത്? വിഹാൻ തടവറയിലായിട്ടും നേരിട്ട് നോക്കി തന്നെ പറഞ്ഞു, ഞാൻ കുട്ടിയല്ല, എനിക്ക് തന്നെ ഈ ബിസിനസ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വന്നതാണ്. അഥർവിൻ്റെ മുഖത്ത് ഒരു ചെറിയ പരിഹാസം. അഥർവ്, ആർക്ക് തെളിയിക്കാൻ? നിന്റെ അച്ഛനെയോ അല്ലെങ്കിൽ എന്നെയോ? വിഹാൻ, അച്ഛന്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പറഞ്ഞൊപ്പിച്ചു, ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാം. ഇതിലേറെ ഒന്നും എനിക്കറിയില്ല. അവൻ്റെ വാക്കുകളിൽ ഒരു അജ്ഞത, പക്ഷേ അകത്ത് ഒളിഞ്ഞൊരു അഹങ്കാരം. അതുകൊണ്ട് തന്നെ അഥർവിൻ്റെ കണ്ണുകൾ ഇരുണ്ടു. അഥർവ് തൻ്റെ കോപം നിയന്ത്രിച്ചു പറഞ്ഞു, ദേവരാജ് വന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ജീവനോടെ വിടില്ല. വിഹാൻ, എന്നെ വിളിച്ചപ്പോൾ തന്നെ വന്നതാണല്ലോ ഞാൻ. ഇങ്ങനെ പൂട്ടിവെക്കുന്നത് തന്നെ നിങ്ങൾക്ക് അപമാനമാണ്. ഒരു നിമിഷം അവിടെ നിശബ്ദത കട്ടിയായി. വിഹാൻ, എന്തായാലും ഇവിടെ ഇട്ടേക്കാൻ തീരുമാനിച്ചെങ്കിൽ എനിക്ക് ഫുഡ് കൂടി ഒരുക്കണം. അഥർവ് കണ്ണുയർത്തി നോക്കുന്നു. വിഹാൻ, എനിക്ക് ലോ ബ്ലഡ് ഷുഗറാണ്. ആ വാക്ക് കേട്ട് അഥർവിൻ്റെ മുഖത്ത് കോപം കത്തുന്നു. അഥർവ്, നിന്നെ ജീവനോട് വെച്ചിരിക്കുന്നത് തന്നെ നിന്റെ ഭാഗ്യമാണ്. അത് പറഞ്ഞ് വാതിൽ ശക്തമായി അടച്ച് പുറത്തേക്ക് പോകുന്നു. അഥർവ് നടന്നു പോകുമ്പോൾ പിന്നിൽ അലക്സ് നിൽക്കുന്നു. അഥർവ്, അവന് ഭക്ഷണം കൊടുക്കൂ. അലക്സ്, ശരി ബോസ്. മാൻഷനിൽ രാത്രി. അഥർവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു, കയ്യിൽ ഡ്രിങ്ക്സ്. അവൻ്റെ അടുത്തേക്ക് അലക്സ് എത്തുന്നു. അലക്സ്, വിഹാനെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അഥർവ് മന്ദമായി തലയുയർത്തുന്നു, കണ്ണുകളിൽ ഒരു ഇരുണ്ട തിളക്കം. അഥർവ്, യെസ്, അവൻ്റെ അച്ഛന് വേണ്ടി. ദേവരാജിനെ ഞാൻ മുട്ടുകുത്തിക്കും. അഥർവ്, ദേവരാജ് തൻ്റെ മകനായി എന്നെ തേടി വരും. ആ രാത്രി ഒരു സാധാരണ തടപ്പിൽ ആരംഭിച്ചത് ഒരു പവർ ഗെയിം, ഒരു മനസ്സിൻ്റെ യുദ്ധം. 2 ദിവസങ്ങൾ കഴിഞ്ഞ് അഥർവും അലക്സും മങ്ങിയ വെളിച്ചമുള്ള മാൻഷൻ്റെ ഹാളിൽ. അഥർവ് സോഫയിലിരിക്കുന്നു, കയ്യിൽ വൈൻ ഗ്ലാസ്. അവൻ്റെ മുന്നിലായി അലക്സ് നിൽക്കുന്നു. അലക്സ് ചിന്താഭാരത്തോടെ, 2 ദിവസമായി ദേവരാജ് ഇതുവരെ ലണ്ടനിൽ നിന്ന് എത്തിയിട്ടില്ല. എന്തായാലും ഒരു ചെറുപ്പക്കാരനെ ഈ കളിയിലേക്ക് നമ്മൾ വലിച്ചിഴക്കേണ്ടിയിരുന്നില്ല ബോസ്. അത് കിട്ടുന്നതും അഥർവിൻ്റെ കണ്ണുകൾ കട്ടിയായി. അഥർവ് കോപമടക്കി, അലക്സ്, ഇത് വെറും കാശിനായി കളിക്കുന്ന ഒരു ഗെയിമല്ല. അവൻ മന്ദമായി എഴുന്നേറ്റ് നടന്നു വരുന്നു. ദേവരാജൻ്റെ സാമ്രാജ്യം തകർക്കണം. അവൻ്റെ എല്ലാ കളികളും ഇവിടെ അവസാനിക്കണം. എനിക്ക് നഷ്ടമായതെല്ലാം എനിക്ക് തിരിച്ചു വേണം. അവൻ്റെ മകനെ മുന്നിൽ നിർത്തി ഞാനെല്ലാം തിരിച്ചു പിടിക്കും. അലക്സ് ചെറുതായി മടിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിലും അവൻ കണ്ടാൽ ഒരു കുട്ടിയെ പോലെ തോന്നുന്നു ബോസ്. അഥർവ് ഒരു ചിരി, പക്ഷേ അതിൽ തണുപ്പ് മാത്രം. അഥർവ്, 24 വയസ്സായ ഒരാൾ കുട്ടിയല്ല അലക്സ്. ചെറിയ ഇടവേള, ഓർമ്മയിൽ പോലെ. അവനെ കണ്ടപ്പോൾ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന പോലെ തോന്നി. അവൻ കണ്ണുകൾ ഉയർത്തി അലക്സിനെ നോക്കുന്നു. അഥർവ് കടുപ്പത്തോടെ, കഴിഞ്ഞ ദിവസം ഞാൻ വിഹാൻ്റെ മൂക്കിലായി ഒരു മുറിവ് കണ്ടു. അവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. ഗാർഡുകളുടെ നിയന്ത്രണം നിന്റെ കയ്യിലാണ്. ഞാൻ അനുമതി തരാത്ത ഒന്നും അവർ ചെയ്യരുത്. അലക്സ് തല കുനിക്കുന്നു. അലക്സ്, സോറി ബോസ്. സാധാരണ ഗോഡൌണിൽ എത്തുന്നവരെ പോലെ അവർ പെരുമാറി. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അഥർവ് ഒരു നിമിഷം മിണ്ടാതിരിക്കുന്നു. പിന്നെ ഒരു തീരുമാനത്തോടെ അലക്സിനോട് പറഞ്ഞു, അഥർവ്, മാൻഷനിൽ എൻ്റെ റൂമിന് നേരെയുള്ള റൂം വിഹാനായി ഒരുക്കണം. അലക്സ് ഞെട്ടി നോക്കുന്നു. അലക്സ്, അത് സെക്യൂരിറ്റി റിസ്ക് അല്ലേ ബോസ്? അഥർവ് അടുത്തേക്ക് നടന്ന് നേരെ കണ്ണിൽ നോക്കി പറഞ്ഞു. അഥർവ് തണുത്ത ശബ്ദത്തിൽ, ശരിയായ സെക്യൂരിറ്റി റിസ്ക് എന്താണെന്ന് അറിയാമോ? ഒരു നിമിഷം നിശബ്ദത. നിന്റെ ഗാർഡുകളെ നീ നിയന്ത്രിക്കാത്തത്. അവൻ തിരിഞ്ഞു നടന്നു പോകുന്നു. അഥർവ് പിന്നോട്ട് നോക്കാതെ, നൗ ഗോ ആൻഡ് മേക്ക് ദ അറേഞ്ച്മെൻറ്റ്സ് ഫാസ്റ്റ്. അലക്സ് ഉടൻ തല കുനിക്കുന്നു. അലക്സ്, സോറി ബോസ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആ തീരുമാനത്തോടെ വിഹാൻ്റെ സ്ഥാനം മാറി. ഒരു സാധാരണ തടവുകാരനിൽ നിന്ന് അഥർവിൻ്റെ സ്വന്തം നിഴലിനടുത്തേക്ക്.